ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് നല്ലപോലെ കഴുകി, ഞാനിവിടെ 2 കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വെള്ളത്തിലേക്ക് ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. 4 മണിക്കൂർ വേണം ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. ഒരു ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അരയ്ക്കാനായിട്ട് എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എടുത്തേക്കുന്ന ഉഴുന്ന് അരച്ച് ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നല്ല രീതിക്ക് ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെയാണ് വേണ്ടത്. കഴിവതും വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചേക്കുന്നത്. ഞാനിവിടെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുകൂടാതെ ഞാനിതിലേക്ക് ഇച്ചിരി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അരച്ചപ്പോൾ ഇട്ട ഉപ്പ് കൂടാണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം മാവിന് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി ഇതെല്ലാം ഉപ്പും ഇതെല്ലാം ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഉഴുന്നുവടയ്ക്കുള്ള എൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ഞാൻ ഇതിനകത്തോട്ടിടുവാണ്. പിന്നെ ഇതിലേക്ക് 2 കൊച്ചുള്ളി ഇടുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇഞ്ചി ഇടുന്നത്. പിന്നെ 3 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഞാൻ കുറച്ച് കരിയാപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് വെള്ളം, ഉപ്പ് ഇടുന്നുണ്ട്. നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നല്ലപോലെ തിളച്ചെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മാവ് നല്ലപോലെ ഇട്ട് കൊടുത്തു. ഷേപ്പും സൈസും ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഏകദേശം ഇതുപോലൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, അത്യാവശ്യം റൗണ്ടൊന്നും അല്ല, എന്നാലും ഏകദേശം ആ ഒരു ഉഴുന്നുവടയുടെ രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് നല്ലപോലെ മൂത്തെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. നല്ലപോലെ ക്രിസ്പി ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് കോരി എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മുടെ ചട്നിയുടെ കൂട്ടത്തിൽ ഇത് കൂട്ടി കഴിക്കണം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ ബൈ.